വിശുദ്ധ പൗലോസ് കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം. നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്യായിലുള്ളവർക്ക് വേണ്ടിയും എന്നെ മുഖാമുഖം കണ്ടിട്ടില്ലാത്ത അനേകർക്ക് വേണ്ടിയും എൻ്റെ പോരാട്ടം എത്ര ശക്തമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾ സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും വഴി ആശ്വസിപ്പിക്കേണ്ടതിനാണിത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത്. ഞാനിത് പറയുന്നത് വശ്യവാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാനാണ്. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നെങ്കിലും ആത്മാവിൽ നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കർത്താവായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ചരിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. മാനുഷിക പാരമ്പര്യത്തിനും പ്രപഞ്ചത്തിൻ്റെ ആദിശക്തികൾക്കും ചേരുന്നതും എന്നാൽ ക്രിസ്തുവിന് യോജിക്കാത്തതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ അടിമപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദിതരായിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ ജഡികതകൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ജഡികതയുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്കെതിരായ ലിഖിത നിയമങ്ങൾ അവൻ മായിച്ചു കളയുകയും അവ കുരിശിൽ തറച്ച് നമ്മുടെ മധ്യേ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമാക്കുകയും കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരുന്നവയുടെ നിഴൽ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. മായാദർശനങ്ങളിൽ മുഴുകിക്കൊണ്ട് കപടവിനയത്തിലും ദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുകയും ജഡിക ചിന്തകളോടെ വ്യർത്ഥമായി അഹങ്കരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ അയോഗ്യരാക്കാതിരിക്കട്ടെ. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഏത് ശിരസിൽ നിന്നാണോ അതുമായി അവർ ഗാഠബന്ധം പുലർത്തുന്നില്ല. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ ആദിശക്തികൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൽ ജീവിക്കുന്ന മട്ടിൽ ഈ നിബന്ധനകൾക്ക് സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നിവയ്ക്ക് വിധേയപ്പെടുന്നതെന്തിന്? ഉപയോഗത്തിലൂടെ നശിച്ചു പോകുന്നവയെപ്പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. സ്വേച്ഛമായ ഭക്തിപ്രകടനവും കപടമായ വിനയവും അമിതമായ ശരീരനിഗ്രഹവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങൾക്കെതിരെ ഇവയ്ക്ക് ഒരു മൂല്യവുമില്ല.